ഹലോ ഗൈസ്, വെൽക്കം ടു അമിയ അൺഫിൽറ്റേഡ്. സോ എൻ്റെ ഒരു അടുത്ത കുട്ടി വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ 2 ദിവസം മുമ്പുള്ള വീഡിയോ കേട്ടോ, നമ്മളുടെ ലച്ചുമോളുടെ 6th ബർത്ത്ഡേ സെലിബ്രേഷനാണ്. നമ്മൾ ഫുൾ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ മൊമെൻറ്റ് വിത്ത് മൈ ഫാമിലിയാണ്. കാരണം ഞങ്ങൾ എല്ലാവരുടെയും വീട് ഇങ്ങനെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ എന്ത് പരിപാടി വരികയാണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് വരും. പിന്നെ പാട്ട്, ഡാൻസ്, വർത്താനം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുക, ഫുഡ് കഴിക്കുക, ചിരിച്ച് എൻജോയ് ചെയ്ത് ആ പരിപാടി അങ്ങ് തകർക്കും. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ കുറുമ്പീൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ് കേട്ടോ. ലച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ എന്ന് വെച്ചാൽ ഈ കാണുന്ന ഷിനോട്ടൻ്റെ ചിടുങ്ങ് മോളാണ്. ഞാൻ അവൾക്ക് മേമയും ആൻറ്റിയൊക്കെ ആയി വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ലച്ചുയുടെ അമ്മയാണ് ആര്യച്ചി. ഇവരെല്ലാവരും കൂടെ കൂട്ടിയിട്ടുള്ള നമ്മളുടെ ഒഫീഷ്യൽ കേക്ക് കട്ടിങ് പരിപാടിയാണ്. നല്ല അടിപൊളി ചോക്ലേറ്റ് ട്രഫിൾ കേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ കേക്കിൽ തന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം ചോക്ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ലച്ചു പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സ്മാർട്ടാണ്. എല്ലാവർക്കും അവൾ കൊണ്ടുപോയി കേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലച്ചുവിൻ്റെ അമ്മമ്മയും ലച്ചുവിൻ്റെ അമ്മച്ചനും വന്നിരുന്നു. അങ്ങനെ പിന്നെ കുഞ്ഞമ്മയുണ്ട്, വർഷമുണ്ട്, വൈഷ്ണു ഉണ്ട്, ബാമല്യമുണ്ട്, സിന്ധു ചേച്ചിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഈശ്വര ഉണ്ണിവല്യച്ഛനുണ്ട്, പിന്നെ പി ഡി എ ചേട്ടനുണ്ട്. അങ്ങനെ അവൾ എനിക്കും കൊണ്ടു തന്നു. ഞാൻ ആരുടെയെങ്കിലുമൊക്കെ പേര് വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷനായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. ഞാനും അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു. കാരണം എന്നോട് അവൾ ആദ്യമേ ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞു വെച്ചിരുന്നു. അപ്പം ഞാൻ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ പിന്നെ കേക്കിൻ്റെ ഇടയിലുള്ള കളിയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരും അവൾ തന്നെയാണ് പരിപാടിക്ക് വന്ന് വിളിക്കുന്നതും കൊണ്ടുവരുന്നതും കേക്ക് കൊടുക്കുന്നതും ഒക്കെ. അങ്ങനെ ഞാൻ ലച്ചിനോട് പറഞ്ഞു, നീ എൻ്റെ ഗിഫ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമെന്ന്. അപ്പം ഞാൻ ആദ്യം കുറേ ഫാൻസി സൈഡിലോട്ടൊക്കെ പോയെങ്കിലും പിന്നെ എനിക്കൊന്നും വലിയൊരു ഇതായില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ രണ്ടാമത് ഈ ഒരു ഗിഫ്റ്റിലോട്ട് പോയി. ഇതൊരു പെൻസിൽ ബോട്ട്സിൻ്റെ ഒരു സെറ്റാണ്. ബോട്ട്സ് ഉണ്ട്, ക്രയോൺസ് ഉണ്ട്, പിന്നെ റബ്ബർ കട്ടറൊക്കെ ഉണ്ട്. അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. നമ്മൾ എന്ത് സാധനം കൊണ്ടു കൊടുക്കുകയാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നല്ല എക്സ്പ്രഷനൊക്കെ ഇട്ട് തുടങ്ങും. പിന്നെ നമ്മുടെ അലമ്പ് പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൈക്ക് എടുക്കുന്നുണ്ട്, പാടുന്നുണ്ട്. ഇത് ലച്ചുവിയുടെ അമ്മയുടെ അനിയത്തി കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. അഞ്ജു ചേച്ചി ഫ്രം UK ആൾ വാങ്ങിക്കൊടുത്തതാണ്. അപ്പോൾ അയാൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടിയും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം ഇതും കൊണ്ടുള്ള മേളം കാണും. ഇത് സിന്ധു ചേച്ചി കൊടുത്ത ഗിഫ്റ്റാണ്. അങ്ങനെ ഞാനും ലച്ചും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അവൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു എന്ന് പറയുകയാണ്. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു മാറ്റം. അങ്ങനെ പിന്നെ ഇവർക്ക് കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവളെ പിടിച്ചിരുത്തുന്ന ഒരു ടാസ്ക്കാണ്. പക്ഷേ കുറച്ച് നേരം ഫോട്ടോ എടുത്തുള്ളൂ പോയി. അങ്ങനെ പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു. നെയ്ച്ചോറ്, ചിക്കൻ കറി, സാലഡ്, അച്ചാർ. ഇതല്ലാണ്ട് പൊറോട്ട ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു. നമ്മൾ ഓഫ്കോഴ്സ് ഇതിലോട്ടല്ലേ പോകും. പിന്നെ ഇവളുടെ കുറുമ്പാണ്. ഇവൾ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ബോളെടുത്ത് ഞങ്ങളെ അടിക്കുന്നു, എറിയുന്നു, തലക്കിട്ട് എറിയുന്നു. ഞാൻ അവളെ മാക്സിമം ചൊറിയുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇവളെങ്ങനെ ചൊറിയുമ്പോൾ ഇവളുടെ ഡയലോഗുകളാണ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഡയലോഗുകളൊക്കെയാണ് വരിക. അങ്ങനെ ഹെയർ സ്റ്റൈലൊക്കെ കണ്ടില്ല. നമ്മൾ മോഡേൺ ഫ്രീക്കി കുട്ടിയാണ് കേട്ടോ. ഇതിപ്പോൾ എന്നോട് ചൂടാവുകയാണ്. എൻ്റെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്, തിരിക്കുന്നുണ്ട്, വളയ്ക്കുന്നുണ്ട്. എനിക്കവളെ കണ്ടപ്പോൾ എനിക്ക് എന്നെയാണ് തോന്നുന്നത്. കാരണം എൻ്റെ കുട്ടിക്കാല മെമ്മറീസൊക്കെ എൻ്റെ ഫാമിലി ഇങ്ങനെ പറയുന്നുണ്ട്, നീ ഭയങ്കര പൊക്കിയായിരുന്നു, അവിടെ വച്ചിടൂ, ഇവിടെ വച്ചിടൂ, അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈഫിൽ വൺ ഓഫ് ദി എന്താ പറയുക ഒരു ബ്യൂട്ടിഫുൾ ടൈം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് വേറെ ഒന്നിനെക്കുറിച്ചും വറി ചെയ്യാണ്ട് ടെൻഷൻ അടിക്കാണ്ട് നിൽക്കുക. എല്ലാവരുടെയും ഫാമിലീൻ്റെ കൂടെ എല്ലാ പരിപാടിയും നല്ല അടിപൊളി ആഘോഷിക്കുക. കാരണം ഫാമിലി ആർ ലൈക്ക് എ ട്രഷർ. നമ്മൾ ലൈഫ് ഇങ്ങനെ ഫ്രണ്ടോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരിക്കും. സോ അടുത്ത വീഡിയോ ആയിട്ട്